ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. ഇപ്പോൾ നെയ്യാറ്റിങ്കര സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മുതൽ നാഗർകോവിൽ വരെ, നാഗർകോവിലല്ല ശരിക്കും പറഞ്ഞാൽ എരണിയേൽ സ്റ്റേഷൻ വരെയാണ് ഇനി ഡബിളിങ് പൂർത്തിയാവാനുള്ളത്. അതോടൊപ്പം നാഗർകോവിൽ സ്റ്റേഷൻ്റെ യാർഡും ഡബിൾ ആവാനുണ്ട്. അപ്പോൾ ആ ഡബിളിങ് വർക്കിൻ്റെ അപ്ഡേറ്റിൽ നെയ്യാറ്റിങ്കര മുതൽ നമ്മുടെ നാഗർകോവിൽ വരെയുള്ള ഭാഗം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഐലൻഡ് എക്സ്പ്രസ് ദൂരെ നിന്ന് വരുന്നുണ്ട്. ഐലൻഡ് എക്സ്പ്രസ്സിലാണ് നമ്മൾ കന്യാകുമാരി പോകാൻ ഉദ്ദേശിക്കുന്നത്. കന്യാകുമാരി ചിലപ്പോൾ കന്യാകുമാരി പോകും, ചിലപ്പോൾ നാഗർകോവിൽ ഇറങ്ങും. നോക്കാം എന്തായാലും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി നെയ്യാറ്റിങ്കര സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഈ ഏരിയയിലെങ്ങും വർക്കിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാനില്ല. പക്ഷേ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വർക്കുകൾ കണ്ടു തുടങ്ങും. അപ്പോൾ ഇത് മുന്നിൽ കാണുന്നത് നമ്മുടെ കാട്ടക്കടയ്ക്കുള്ള റോഡാണ്. ഈ പാലമൊക്കെ പൊളിച്ച് പുതിയ പാലം വരും. ഇനി അങ്ങോട്ട് മൊത്തം നമ്മുടെ ഡബിളിങ്ങിൻ്റെ കാഴ്ചകളാണ്. ഇതൊക്കെ നമ്മുടെ നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയുടെ സൈഡിലുള്ള സ്ഥലങ്ങളാണ്. ഈ കാണുന്ന കെട്ടിടമൊക്കെ നമ്മുടെ ആശുപത്രിയുടെ കെട്ടിടങ്ങളാണ്. ഇത് റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ബിൽഡിങ്ങാണ്. എന്താണെന്ന് നമ്മൾ അറിയുന്ന മുറയ്ക്ക് പറയാം. കുറച്ച് മുന്നിലായിട്ട് നമ്മുടെ നെയ്യാർ നദിയുണ്ട്. ഇപ്പോൾ നെയ്യാർ നദിയിലോട്ടുള്ള പാലമൊക്കെ ഇപ്പം നമുക്ക് ആളുകൾക്ക് നടന്ന് കയറാൻ പറ്റുന്നൊരു അവസ്ഥയിലാണ്. കാരണം മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ കുറച്ച് സ്ഥലമൊക്കെ എടുത്ത് റോഡിന് വീതിയൊക്കെ കൂട്ടി ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ചാലൊക്കെ ഓൾറെഡി പണിത് അതിൻ്റെ പുറത്ത് എർത്ത് വർക്കൊക്കെ ചെയ്താണ് ഇവിടെ ലെവൽ ചെയ്ത് വച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ അമരവിള സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ ആദ്യത്തെ ലെവൽ ക്രോസ്, അതായത് നിലവിൽ നോൺ ഇൻ്റർലോക്ക്ഡ് ലെവൽ ക്രോസ് ആണ്. അത് ഇൻ്റർലോക്ക് ആവും. ഡബിളിങ് പൂർത്തിയാവുന്നതോടെ അത് സ്റ്റേഷനുമായിട്ട് ഇൻ്റർലോക്ക്ഡ് ആവും. നോൺ ഇൻ്റർലോക്കും സ്റ്റേഷൻസ് എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ അടുത്തതായിട്ട് അമരവിള സ്റ്റേഷനാണ്. ഈ വലതുവശത്ത് പഴയ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പഴയ പ്ലാറ്റ്ഫോം പൊളിച്ചിട്ടാണ് പുതിയ പ്ലാറ്റ്ഫോം കെട്ടുക. ആ പഴയ പ്ലാറ്റ്ഫോം നിൽക്കുന്ന സ്ഥലത്ത് പുതിയ ട്രാക്ക് വരും, രണ്ടാമത്തെ ട്രാക്ക് വരും. അപ്പോൾ ഇതാണ് ആ വലതുവശത്ത് കാണുന്ന ആ കോൺക്രീറ്റ് സ്ട്രക്ചർ. പുതിയ കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ സ്ട്രക്ചറാണ്. ഈ കാണുന്ന പഴയ പ്ലാറ്റ്ഫോം പൊളിച്ചു മാറ്റപ്പെടും. അതുപോലെ അമരവിളയിൽ പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ്, അതായത് നിലവിലുള്ള സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ നേരെ പുറകിൽ തന്നെ പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെവൽ ക്രോസിന്, പഴയ ലെവൽ ക്രോസ് ബിൽഡിങ്ങിന് പകരമുള്ള പുതിയ ബിൽഡിംഗ് ഇതാ ഇവിടെ കാണാം. ആ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഈ സൈഡ് തന്നെയാണ് നമ്മുടെ പുതിയ ട്രാക്ക് വരിക. അടുത്തത് ധനുവച്ചോരം സ്റ്റേഷനാണ്. അതിന് മുന്നേ ഒരു LCയും കൂടെ മിച്ചമുണ്ട്.
അപ്പോൾ ഇവിടെയൊക്കെ എർത്ത് വർക്കൊക്കെ നല്ലപോലെ കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. നല്ല രീതിയിൽ ഇവിടെ എല്ലാം വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽ ക്രോസ് അതാണ് LC നമ്പർ 12. ആ ലെവൽ ക്രോസിന് വേണ്ടിയിട്ടുള്ള പുതിയ ബിൽഡിംഗ് ഒക്കെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇത് പഴയ ബിൽഡിംഗ് ഇരിക്കുന്നത് നമ്മുടെ പുതിയ ട്രാക്ക് വരേണ്ട ആ അലൈൻമെൻറ്റിലാണ്. അതുകൊണ്ടാണ് പഴയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റുന്നത്. ഇത് ധനുശ്വരം സ്റ്റേഷൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ്. സ്റ്റേഷനിൽ പുതിയ പ്ലാറ്റ്ഫോമിനുള്ള കോൺക്രീറ്റ് സ്ട്രക്ചർ കെട്ടിത്തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വലതുവശത്ത് കാണുന്ന പുതിയ സ്ട്രക്ചർ പുതിയ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനിടയിലായിട്ട് രണ്ടാമത്തെ ട്രാക്കും വരും. ഇടയ്ക്ക് മണ്ണിടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളാണ്. ആ മണ്ണിടിഞ്ഞ സ്ഥലങ്ങളെല്ലാം റെയിൽവേ ഒന്നുകൂടെ ചെത്തി മിനുക്കി ഈ ഭാവിയിൽ മണ്ണ് ഇടിയാത്ത രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തോ നെറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി മണ്ണിടിയത്തില്ലെന്ന് വിചാരിക്കാം. അതുപോലെ ഇപ്പുറത്ത് പുതിയ പാലം, ഇവിടെ പുതിയൊരു പാലം വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൊറ്റാമം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അകത്തോട്ടുള്ള റോഡാണത്. പറശ്ശിനിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടങ്ങളിലെല്ലാം കുറച്ച് പാലങ്ങൾ പണിയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ NHൽ നിന്ന്, നമ്മുടെ നെയ്യാറ്റിൻകര പാറശാല റോഡിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്കുള്ള റോഡുകൾ പോകുന്ന പാലങ്ങൾ കുറച്ചെണ്ണം വീണ്ടും പണിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു സൈറ്റാണ് ഈ തൊട്ട് മുന്നിൽ വരുന്നത്. ഇവിടെ ഒരു പുതിയ പാലം പണിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി പണിതിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പാലം ഓൾറെഡി പണിതിട്ടുണ്ട്. ഇതിന് മുന്നേ കണ്ട സ്ഥലത്താണ് പാലം പണിയാനുള്ളത്. ഇത് കുറച്ച് നാൾ മുന്നേ തന്നെ പണിത് വെച്ചൊരു പാലമാണ്. അത് അവർ എന്താ പറയുക, മുൻകൂട്ടി കണ്ട് ചെയ്തതുപോലെ തന്നെ ഉണ്ട്. അത് കുറേ നാൾ മുന്നേ ചെയ്തതായിരുന്നു ആ പാലം. പിന്നെ വെള്ളത്തിനുള്ള ചാലൊക്കെ ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ ഒരുവിധം, ഈ ഒരു റൂട്ടിൽ വെള്ളത്തിനുള്ള ചാലുകളൊക്കെ ഒരുവിധം കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. അതേപോലെ ഇവിടെ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടി വെച്ചേക്കുന്നത് കാണാം. അത് മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടെ കോൺക്രീറ്റ് ഭിത്തികളൊക്കെ കെട്ടുന്നുണ്ട്. ഇവിടെ ഈ ഒരു പാലം പൊളിച്ച് പുതിയ പാലം പണിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം പാറശാല സ്റ്റേഷൻ്റെ അടുത്തോട്ട് എത്തുന്നു. നമുക്ക് ഫസ്റ്റ് ക്രോസിംഗ് വരാൻ സാധ്യത നമ്മുടെ നോർമലി ഉള്ള ഇതിൽ നമുക്ക് നാഗർകോവിൽ കോട്ടയാണ് നമുക്ക് ഫസ്റ്റ് ക്രോസിംഗ് വരാൻ സാധ്യതയുള്ള വണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർസിറ്റി, നമ്മുടെ കൊച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റി, ആ രണ്ട് വണ്ടികളാണ് നമുക്ക് ക്രോസിംഗ് വരിക. പിന്നെ നാറോലിൽ വന്ദേ ഭാരത് ഇറങ്ങിയിട്ടായിരിക്കും നമ്മളെ കയറ്റുക. അപ്പം ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിടാൻ സാധ്യതയുണ്ട്. പിന്നെ വണ്ടി ഇന്ന് ഇച്ചിരി ലേറ്റാണ്. അതായത് നോർമലി 1:20 വണ്ടി കുഴുത്ര എരണിയിൽ ആ സൈഡിലൊക്കെ എത്തേണ്ടതാണ്. പിന്നെ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതാ ഇവിടെയൊക്കെ അടുത്ത ട്രാക്ക്, അതായത് രണ്ടാമത്തെ ട്രാക്ക് വരാനുള്ള സ്ഥലം അവർ ലെവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ നിങ്ങൾക്ക് കാണാൻ മണ്ണൊക്കെ ചെത്തിയൊക്കെ വെച്ചേക്കാണ്. ഇവിടെയാണ് പാറശാല സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ.
ഈ പാലവും പൊളിക്കേണ്ടതായിട്ട് വരും. കാരണം അതിൻ്റെ ഒരു കാല് ഇറങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പാലവും പൊളിച്ച് പുതിയ പാലം പണിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൂപ്പി പിടിക്കുവാണോ ഇത്രയും സ്പീഡ് കുറയ്ക്കുന്നത്? കുറച്ച് വല്ലതും ഉണ്ടോ എന്താ? ഇല്ല, എന്തായാലും ലൂപ്പി പിടിച്ചില്ല, ഭാഗ്യം. നമ്മുടെ പിന്നെ കുറച്ച് പിന്നെ ആ വലതുവശത്തുണ്ടായിരുന്നത് നമ്മുടെ പൊട്ടിപ്പോയ റെയിൽ നീരാണ്. നമ്മുടെ റെയിൽ നീർ പൊട്ടിപ്പോയി കേസ്. അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി സ്റ്റേഷൻ കഴിയട്ടെ. ഇത് പുതിയ നമ്മുടെ എന്താ പറയുക ഷെൽട്ടറാണ്, പ്ലാറ്റ്ഫോം ഷെൽട്ടറാണ്. അതേപോലെ ഇനിയൊരു പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടറുണ്ട്. മൊത്തം ഒരു 4 പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടർ വന്നായിരുന്നു ഇവിടെ. 2 എണ്ണം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലും 2 എണ്ണം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലും. അതല്ലാതെ ഇനി ഷെൽട്ടറുകൾ വരും എന്നറിയുന്നുണ്ട്. നല്ല കാര്യം. ആളുകൾ വെയിലൊക്കെ കൊള്ളാതെ നിൽക്കട്ടെ. ഇതുപോലുള്ള വണ്ടിയൊക്കെ വരുമ്പോൾ നട്ടപ്പുറ വെയിലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി പാറശാല സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. പാറശാല സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ടണലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു പാലം റീബിൽഡ് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ വർക്കുകൾ നടക്കുന്ന സ്ഥലങ്ങളെത്തുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ആദ്യം നമുക്ക് പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന സ്ഥലം ഒന്ന് കാണാം. മെയിൻ ലൈനാണ്, വണ്ടി സ്പീഡിൽ തന്നെ എടുക്കും. പക്ഷേ കോഷൻ നോട്ടീസ് കൊടുക്കാനുണ്ടായിരുന്നു തോന്നുന്നു. അതായത് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ വന്ന് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ LPക്ക്. അപ്പം മുന്നിൽ എവിടെയോ കോഷനുണ്ട്. ഇതാണ് ആ പാലം. ഈ പാലം പൊളിച്ചിട്ട് പുതിയ പാലം വരും. വെൽക്കം ടു തമിഴ്നാട്. അതായത് കൃത്യം ബോർഡറിലിരിക്കുന്ന പാലമാണിത്. എക്സാക്റ്റ് സ്റ്റേറ്റ് ബോർഡർ ആ പാലമാണ്. ഈ ഒരു ഏരിയ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്താ പറയുക ഫൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ബേസ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പണി ഇപ്പം നടക്കുന്നില്ല. കാരണം ഇപ്പം മേജർ വർക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവിടെ തിരുവനന്തപുരം മുതൽ നമ്മുടെ നിയമം വരെയുള്ള വർക്കാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഹലോ, ഓക്കെ. ഇപ്പോൾ കണ്ടത് നമ്മുടെ എന്താ പറയുക കുറച്ച് മുന്നിലായിട്ട് നിങ്ങൾ കണ്ടത് മറ്റേ ടണലിൻ്റെ വർക്കുകൾ നടക്കുന്നതാണ്. ഈ ഭാഗത്താണ് മറ്റേ മണ്ണൊക്കെ എടുത്ത്. പക്ഷേ നമുക്ക് ഈ വലതുവശത്ത് കാഴ്ചകളൊന്നുമില്ല. ഇടതുവശത്താണ് മണ്ണൊക്കെ എടുത്ത് വർക്ക് നടക്കുന്നത്. അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം. തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കും. അപ്പോൾ നമ്മളിതാ ടണലിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇനി വർക്ക് നടക്കുന്ന സ്ഥലം എത്തുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുക്കാം. നമ്മുടെ
അടുത്ത വർക്ക് നടക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ കൊഴുത്തറ വെസ്റ്റ് സ്റ്റേഷനാണ്. നമ്മുടെ പാർക്കിംഗ് ഒക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുന്നുണ്ട് പാർക്കിംഗ് ലോട്ടിൻ്റെ. അപ്പോൾ ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു കട്ടൻ കണക്ഷൻ ഉണ്ടാവും. അതിൻ്റെ വർക്കും ഇവിടങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റേഷൻ കഴിഞ്ഞു, ഒരു പാലം വരും. ഇനി അടുത്തത് നമ്മുടെ ഒരു ഇവിടെ നിന്നിട്ട് കട്ടൻ കണക്ഷൻ വരും. പുതിയ ട്രാക്ക് ഇതുവഴി ഇട്ടിട്ട് പുതിയതായിട്ട് ഇതുവഴി വലതുവശത്ത് വഴി ഇട്ടിട്ട് പുതിയ പാലം വഴി അവർ വണ്ടികളെ കടത്തിവിടും. എന്നിട്ട് പഴയ പാലത്തിനെ അവർ പൊളിച്ച് പുതിയതായിട്ട് പണിയും. അതായത് പഴയ സ്റ്റീൽ ഗ്രിഡേഴ്സ് വെച്ചുള്ള പാലമാണ്. അപ്പോൾ അതിനെ പൊളിച്ച് പണിത് പുതിയ കോൺക്രീറ്റ്, അതായത് PSC പ്രീസെറ്റ് കോൺക്രീറ്റ് ഗിർഡർ വെച്ചിട്ട് ഉള്ള പാലമാക്കി മാറ്റും. ഈ പാലത്തിലൂടെ കുറച്ച് നാൾ വണ്ടികളോടും. അവിടെ തൊട്ടടുത്ത് തേക്ക് മരങ്ങളാണ് നിൽക്കുന്നത് മൊത്തം. അപ്പോൾ ഇത് കൊഴുത്തറ സ്റ്റേഷനാണ്. ഇവിടെ ഈ പാലം പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ ലെവൽ ക്രോസിൻ്റെ അവിടെ ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലെവലിംഗ് സ്റ്റേഷൻ്റെ തുടക്കത്തിൽ നടന്നിട്ടുണ്ട്. ഈ സൈഡിൽ അത് മാത്രമാണ് വർക്കുകൾ. ഇവിടെ നമ്മൾ ലൂപ്പ് ചെയ്യാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ ക്രോസിംഗ് ഉണ്ട്. നാറോയിൽ കോട്ടയം വണ്ടി വന്നിട്ടില്ല. സോ നമ്മളിവിടെ ലൂപ്പ് ചെയ്യാം. ഇതാണ് ലെവലിംഗ് നടന്ന സ്ഥലം എന്ന് ഞാൻ പറഞ്ഞത്. അവിടങ്ങളിലൊക്കെ ലെവലിംഗ് നടന്നിട്ടുണ്ട് കുറച്ച്. ഇത് നമ്മുടെ പള്ളിയാടി സ്റ്റേഷനാണ്. പുതിയ പ്ലാറ്റ്ഫോം വലതുവശത്തും പഴയ പ്ലാറ്റ്ഫോം ഈ തൊട്ടടുത്ത് കാണുന്നതുമാണ്. നേരത്തെ ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പഴയ പ്ലാറ്റ്ഫോം പൊളിച്ചിട്ട് വേണം പുതിയ ട്രാക്ക് പണിയാൻ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പാലത്തിൻ്റെയൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ ചെറിയ തോതിൽ പഴയ പ്ലാറ്റ്ഫോം പൊളിക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. പുതിയ പ്ലാറ്റ്ഫോം കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളും അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് നമ്മുടെ NH60 കുറുകെയുള്ള പുതിയ പാലം ഒന്ന് കാണാം. ഇതാണ് NH60 കുറുകെയുള്ള പുതിയ പാലം. അപ്പോൾ ആ ഒരു പാലം കൊണ്ട് നിങ്ങളെന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇനി എരണിയൽ സ്റ്റേഷൻ്റെ അടുത്താണ് നമുക്ക് വർക്കുകളുള്ളത്. ആ സ്ഥലത്ത് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം എരണിയൽ സ്റ്റേഷൻ അടുത്ത് എത്താറാവുന്നു. അപ്പോൾ ഇവിടങ്ങളിലും ലെവലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ അവിടെ നമുക്ക് പുതിയ വെള്ളം പോകാനുള്ള ചാലൊക്കെ പണിയുന്നത് കാണാം. അപ്പോൾ ഇവിടങ്ങളിലും ഡബിളിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. സോ എൻറ്റയർ സ്ട്രെച്ചിൽ, അതായത് തിരുവനന്തപുരം മുതൽ എരണിയൽ വരെ മിച്ചമുള്ള മൊത്തം സ്ട്രെച്ചിലും ഡബിളിംഗ് വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. നേരത്തെ എരണിയൽ ടു കുഴുത്തറ ടു പാറശാല നമുക്ക് വർക്കുകൾ വളരെ കുറവായിരുന്നു. ഇപ്പം അവിടെയെല്ലാം സ്ഥലമേറ്റെടുപ്പ് നടന്നിട്ടുണ്ട്. ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ അവർ പുതിയ ട്രാക്ക് പണിയാനുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആയിരുന്നു മെയിനായിട്ടും നമുക്ക് ഫ്രഷായിട്ട് കാണിക്കാനുണ്ടായിരുന്നത്. നേരത്തെ ചെറിയ ചെറിയ പാറ്റസൊക്കെ മരം മുറിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ പഴയ വീഡിയോയിൽ. പക്ഷേ ഇവിടെ എർത്ത് വർക്ക് ഒരുപാട് നടന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഏകദേശം എരണിയൽ സ്റ്റേഷൻ എത്തുന്നു. എരണിയൽ സ്റ്റേഷനിൽ നമുക്ക് വേണ്ടിയിട്ട് ഇൻ്റർസിറ്റി കാത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇൻ്റർസിറ്റി എരണിയലിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ കാഴ്ചകൾ കാണാനൊക്കത്തില്ല. അപ്പോൾ
ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ കാഴ്ചകൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ അടുത്ത ട്രാക്ക് വരാനുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ബലാസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഏകദേശം എർണിയൽ സ്റ്റേഷൻ എത്തുന്നു. അതൊരു നല്ല ഫ്രെയിമായിരുന്നു. ഇവിടെ ഇത് ഓവർറൺ ലൈനാണ്. ഈ ഓവർറൺ ലൈനായിരിക്കും ഭാവിയിൽ നമ്മുടെ രണ്ടാമത്തെ ലൈനായിട്ട്, അതായത് തിരുവനന്തപുരത്തോട്ടുള്ള ലൈനായിട്ട് പോവുക. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി കയറുന്നത്. ഇൻ്റർസിറ്റി 1-ലാണോ 3-ലാണോ നോക്കാം. ഒന്നിൽ തന്നെ അതേ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഒരു മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട്. സ്റ്റേഷൻ ബോർഡ് ചെയ്യാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. 3718 നമുക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകളുള്ളത് നാഗർകോവിലാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് നാഗർകോവിലെത്തുമ്പോൾ കാണാം. ഇതാണ് എർണിയൽ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ബിൽഡിങ്സ് ഒക്കെയാണ്. ഇത് ഈ കാണുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള ബിൽഡിങ്ങും അതാണ് സ്റ്റേഷൻ്റെ മെയിൻ ബിൽഡിങ്. മെയിൻ ബിൽഡിങ്ങിൽ നിന്നൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് പക്ഷേ നേരെ 2/3 പ്ലാറ്റ്ഫോമിലോട്ട് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നേരിട്ട് എൻട്രി ഇല്ല. സോ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വരണമെങ്കിൽ ഒന്നെങ്കിൽ ഈ വഴി ഇറങ്ങി വരണം, അല്ലെങ്കിൽ അപ്പുറത്ത് മറ്റേ പഴയ ബിൽഡിംഗ് ഉണ്ട്. ആ പഴയ ബിൽഡിങ്, ഈ കാണുന്നത് പഴയ ബിൽഡിങ്ങാണ്. ആ പഴയ ബിൽഡിങ് വഴി കയറി വരണം, എന്നാലേ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റത്തുള്ളൂ. ആളുകൾക്കത് ഇങ്ങനെയാണ് പോകുന്നത്, നടന്നു പോകുന്നതാണ്. അപ്പോൾ ഈ കണ്ടത് നമ്മുടെ നാഗർകോവിലിലെ പുതിയ മേൽപ്പാലമാണ്, ROB ആണ്. ഒഴുകിനശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മേൽപ്പാലമാണ്. നമ്മുടെ തിരുനെൽവേലിക്കൊക്കെ പോകുന്ന പാലമാണ്. അപ്പോൾ അത് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്. അതിൽ റോഡൊക്കെ ടാർ ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പത്രവാർത്തകളൊക്കെ കാണുമ്പോൾ റോഡ് ടാർ ചെയ്തെന്നാണ് മനസ്സിലാവുന്നത്. ഇവിടം വരെയാണ് ഡബിളിംഗ് ഉള്ളത്. നിലവിലെ ട്രെയിനുകൾ ഇവിടം വരെ സിംഗിൾ ലൈനായിട്ട് വന്നിട്ടാണ് ഡബിൾ ലൈനായിട്ട് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാഗർകോവിൽ സ്റ്റേഷൻ യാർഡ് ഇതുവരെ ഡബിൾ ആയിട്ടില്ല. അപ്പോൾ അതിലേക്കായിട്ട് ബ്രിഡ്ജ് നമ്പർ 317 ഇതൊരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് നമ്പർ 317 എൻ്റെ ഓർമ്മ. അപ്പോൾ അത് ഗർഡറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇത് ഭാവിയിൽ ഒരു ട്രാക്കും കൂടെ വരേണ്ട സ്ഥലമാണ്, അതായത് ഡബിൾ ലൈൻ, രണ്ടാമത്തെ ലൈൻ വരേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇവിടെയും കൺസ്ട്രക്ഷനൊക്കെ ഉടനെ തുടങ്ങും. അപ്പുറത്തെ സൈഡിൽ കൺസ്ട്രക്ഷൻ തകർത്ത് നടക്കുന്നുണ്ട്. എനിക്കത് ജനലിൽ കൂടെ കാണാം. തിരിച്ചു വരുമ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. അതായത് മറ്റേ തിരുനെൽവേലി ഭാഗത്തു നിന്ന് വരുന്ന രണ്ടാമത്തെ ലൈൻ ഇടാനുള്ള സ്ഥലമൊക്കെ അവർ ബല്ലാസ്റ്റൊക്കെ ഇട്ട് തകർക്കുന്നുണ്ട്. അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം. ഇത് നിലവിൽ നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് നമ്മൾ പോവുകയാണ്. ഇത് വെയിൽ നല്ല സപ്പോർട്ടീവാണ് നമുക്ക്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും വെയിൽ ഓപ്പോസിറ്റായി. അപ്പോൾ രണ്ടാമത്തെ ട്രാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 1A പ്ലാറ്റ്ഫോമിലോട്ടുള്ള ഡൈവേർഷനെയൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട്. ഇതാണ് 1A പ്ലാറ്റ്ഫോമിലോട്ടുള്ള കട്ടിങ്.
ഇതിനെ ക്രോസ് ചെയ്ത് വേണം എന്താ പറയുക നമ്മുടെ പുതിയ ലൈനിന് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ പാച്ച് കണ്ടോ, ഈ കാണുന്ന പാച്ച് പുതിയ ലൈനിൻ്റെ പാച്ചാണ്. അപ്പോൾ അതേപോലെ 1A പ്ലാറ്റ്ഫോം നമുക്കിപ്പോൾ ഒന്ന് കാണാം. ഇതാ 1A പ്ലാറ്റ്ഫോമാണിത്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പണ്ട് ഒരു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു ഇവിടെ, അതൊക്കെ മാറ്റിയിട്ട് ഒരു അണ്ടർപാസൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പുതിയ പ്ലാറ്റ്ഫോമിൽ ടൈൽസൊക്കെ കൊണ്ടിറക്കുകയാണ് അവർ. ആ ലോറികളിൽ ടൈൽസും മണ്ണും ഒക്കെ കൊണ്ടിറക്കുകയാണ്. അതായത് അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈൽസൊക്കെ ഇടുന്ന കൺസ്ട്രക്ഷൻ വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്. പിന്നെ നമ്മുടെ അന്ത്യോദയ ദോ കിടക്കുന്നു. 1A പ്ലാറ്റ്ഫോം ഇങ്ങ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വീതിയൊക്കെ കൂട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അന്ത്യോദയ ദോ കിടക്കുന്നു. അന്ത്യോദയക്കുള്ള ലോക്കമാണിത്. കല്യാൺ വാക്സൺ. പ്ലാറ്റ്ഫോമിൽ കൂടെ ലോറി പോകുന്നു, മണ്ണും കൊണ്ട് പോവുക. അപ്പോൾ ഇനി സ്റ്റേഷൻ വിടുമ്പോൾ ബാക്കി വീഡിയോ എടുക്കും. നാഗർകോവിലിൽ പുതിയ ഫുട്ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഈ നടക്കുന്നത്. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ അവർ എക്സ്റ്റൻഷൻ എടുത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. 2x3 പ്ലാറ്റ്ഫോമിൽ എക്സ്റ്റൻഷൻ എടുത്ത ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി നാറോൽ ജംഗ്ഷൻ സ്റ്റേഷനിൽ പുറപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത പ്ലാറ്റ്ഫോം ഏരിയ ആണ്. അതായത് 2x3 പ്ലാറ്റ്ഫോമിൽ എക്സ്റ്റൻഷൻ എടുത്തതാണ്, നീളം കൂട്ടിയതാണ്. അതായത് പണ്ടുണ്ടായിരുന്ന പ്ലാറ്റ്ഫോമിന് കപ്പാസിറ്റി കുറവായിരുന്നതുകൊണ്ട് നീളം കൂട്ടി പുതിയ പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ, പുതിയ ഏരിയ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ്. സോ അപ്പുറത്തെ സൈഡിലൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ആദ്യം കേബിളൊക്കെ ലേ ചെയ്യുന്ന വർക്കാണ് നടക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. നോർമലി റെയിൽവേയുടെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഡബിളിംഗ് വർക്കൊക്കെ, അതായത് പുതിയ ട്രാക്ക് എടുത്ത വർക്കൊക്കെ നടക്കുന്നതിന് മുന്നേ അവർ കേബിളിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വിടും. സോ ഇവിടുന്ന് നമ്മൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വിടുന്നതുകൊണ്ട് നല്ല സ്പീഡിലാണ് വണ്ടി വിടുന്നത്. സോ ഇവിടെ എല്ലാം ഏകദേശം അതുപോലെ തന്നെ. സോ ഇനി തിരിച്ചു വരുമ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഐലൻഡ് എക്സ്പ്രസ്സിൽ വന്നിട്ട് തിരിച്ചിപ്പോൾ പുനലൂർ വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരി സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വണ്ടി ഇതാ പുറപ്പെടുന്നു. നമ്മൾ 3-ൽ വന്നിറങ്ങി 4-ൽ തിരിച്ച് കയറി. ഇപ്പോൾ നമ്മുടെ നാഗർകോവിലിലെ പുതിയ ഷണ്ടിങ് നെക്കുകളിലെ കൺസ്ട്രക്ഷൻ നടക്കുന്ന, ഷണ്ടിങ് നെക്ക് മാത്രമല്ല, നമ്മുടെ സ്റ്റേബിളിംഗ് ലൈനുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. സ്റ്റേബിളിംഗ് ലൈനുകൾ പുതിയതായിട്ട് 9 പുതിയ സ്റ്റേബിളിംഗ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേബിളിംഗ് ലൈനുകളെ ഈ ഷണ്ടിങ് നെക്കുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് വലിയ മേജർ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. സോ ആ ഒരു കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇപ്പം നമ്മുടെ നാഗർകോവിൽ സ്റ്റേഷനിൽ 4-5 പ്ലാറ്റ്ഫോമുകളാണ് ഈ കാണുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു, പക്ഷേ ഇങ്ങോട്ടുള്ള ലൈൻ റെഡി ആയിട്ടില്ല. കാരണം ഒരു മേജർ ഇൻ്റർലോക്കിംഗ് വർക്ക് ഇവിടെ നടക്കാനുണ്ട്. അതായത് പുതിയ സ്റ്റേബിളിംഗ് ലൈനുകൾ, പുതിയ പിറ്റ് ലൈൻസ് ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മേജർ ഇൻ്റർലോക്കിംഗ് വർക്ക് നടക്കാനുണ്ട്. അപ്പം അതൊരു ഹെവി ബ്ലോക്കുള്ള വർക്കായിരിക്കും. അപ്പോൾ ആ വർക്ക് പെൻഡിങ് ആയതുകൊണ്ട് ഇതുവരെ ഈ പ്ലാറ്റ്ഫോം ഓണായിട്ടില്ല, തുറന്നിട്ടില്ല. അവിടെ നമ്മുടെ അമൃത് ഭാരത് മറ്റേ
39190 ആയിട്ട് കിടക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുനെൽവേലിക്കുള്ള റൂട്ട്. നാഗർകോവിൽ ട്രയാങ്കുലർ ജംഗ്ഷനാണ്. നമ്മൾ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ലൈനിലാണ് പോകുന്നത്. അതാണ് തിരുനെൽവേലി ഭാഗത്തു നിന്നുള്ള ലൈന് വരുന്നതും പോകുന്നതും. അപ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് നേരെ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്ന വണ്ടികൾ ആ ഒരു ലൈനിൽ കൂടെ വരും. ഇവിടെ ഇപ്പോൾ ഒരു ലൈൻ വന്ന് കയറും. ഈ ഒരു ലൈനിൽ കൂടെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് കയറും. ഇങ്ങോട്ട് വന്ന് കയറി നേരെ നമ്മളിപ്പം പോകുന്ന ലൈനിലോട്ടങ്ങ് കയറും. അപ്പോൾ ഇതാ ഇവിടെ ബല്ലാസ്റ്റൊക്കെ ഇട്ട് പുതിയ ട്രാക്കിനുള്ള ബല്ലാസ്റ്റൊക്കെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇനി വലതുവശത്ത് ഒരു ലൈനുണ്ട്, ഒരു ലൈനും കൂടെ വരും. അത് അപ്പോൾ 2 ലൈൻ തിരുനെൽവേലിയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തോട്ടുള്ള ലൈനുകൾക്ക്, അതേപോലെ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് തിരുനെൽവേലിക്ക് പോകുന്ന വണ്ടികൾക്കും വേണ്ടി 2 ലൈന്, അതേപോലെ നമ്മളിപ്പോൾ പോകുന്ന ലൈന് ഇടതുവശത്ത് വേറൊരു ലൈനും കൂടെ വരും. തിരുവനന്തപുരം നാഗർകോവിൽ ജംഗ്ഷൻ കന്യാകുമാരി ആ ലൈനിന് വേണ്ടിയിട്ട് 2 ട്രാക്ക്. അതാണ് ഇവിടുത്തെ അപ്ഡേറ്റ്. അപ്പോൾ ആ 2 ലൈനും കൂടെ വന്ന് ഇപ്പുറത്തുള്ള 2 ലൈനിലോട്ടങ്ങ് മർജാവും. ഇനി നമുക്ക് വർക്കുള്ള സ്ഥലം എത്തുമ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ബ്രിഡ്ജ് 319 ചേട്ടന്മാർ മീൻ പിടിക്കാൻ നിൽക്കുന്നു. 319 ബ്രിഡ്ജ്, 317 അല്ല. ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ 317 എന്ന് പറഞ്ഞായിരുന്നു. അത് 319. ഇനി അടുത്ത വർക്ക് നടക്കുന്ന സ്ഥലം എത്തുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പാലം വരുന്നുണ്ട്, അതായത് NH കുറുകെയുള്ള പാലം. കാഴ്ച ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്ന് കാണാം. അപ്പോൾ 2 പാലത്തിനുമുള്ള ഗിർഡറുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഉടനെ തന്നെ പള്ളിയാടി സ്റ്റേഷൻ എത്തും. പള്ളിയാടി സ്റ്റേഷൻ്റെ അടുത്ത്, പള്ളിയാടി സ്റ്റേഷൻ ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ലെന്ന് സ്ലോ ചെയ്യുന്നൊന്നുമില്ല. ഇതാണ് പള്ളിയാടി സ്റ്റേഷനിലെ പുതിയ പ്ലാറ്റ്ഫോം. ഈ സൈഡിലാണ്. ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ പണിതിട്ട് വെച്ചിട്ട് കുറേ നാളായി. ഇവിടെ ഈ ഏരിയയിൽ ഇതാണ്. അപ്പോൾ അതേ ഇനീഷ്യൽ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാലം ഇവിടെ പണിയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു അരുവി പോലൊരു സംഭവം പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന അഴുക്കെല്ലാം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട് പള്ളിയാടിയിൽ. അപ്പോൾ ഇതാണ് പള്ളിയാടിയിലെ അവസ്ഥ. പുതിയ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമ്മുടെ കുഴുത്തുറ എരണിയലിനിടയ്ക്ക് പാത ഇരട്ടിപ്പിക്കൽ ജോലികൾ തുടങ്ങിയ ഒരു പാച്ചാണ് നമ്മുടെ എന്താ പറയുക, കുഴുത്തുറ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ആ ഒരു ലെവൽ ക്രോസിൽ നിന്ന് ജസ്റ്റ് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ലെവൽ ക്രോസിൽ നിന്ന് അടുത്ത് നിന്ന് ഇങ്ങോട്ടങ്ങ് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ച മൊത്തം കാഴ്ച നമുക്കൊന്ന് മിസ്സായിരുന്നു. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് എക്സ്ട്രാ വീഡിയോ എടുത്തത്. ഇതാണ് നമ്മുടെ പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ അപ്ഡേറ്റ്. പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് ഇത്രയും കൺസ്ട്രക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലുള്ള സെയിം ബിൽഡിങ്ങാണ്, അതേ കൺസ്ട്രക്ഷനാണ്. ഇത് നമ്മുടെ കുഴുത്തറ വെസ്റ്റ് സ്റ്റേഷനും നമ്മുടെ പാറശാല സ്റ്റേഷനും ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഇപ്പം ചെറിയ തോതിൽ എർത്ത് വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അതായത് നമ്മുടെ എന്താ പറയുക,
ഈ വണ്ടി നിലവിൽ ഓടാത്ത സൈഡിലാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ, എർത്ത് വർക്ക്. അപ്പോൾ ഇവിടെയും നടക്കുന്നുണ്ട് നല്ലപോലെ. നമ്മുടെ ടണലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പാറശാലയ്ക്കും കുഴുത്തറ വെസ്റ്റിനും ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ലപോലെ എർത്ത് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇതാണ് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഓ മൈ ഗോഡ്, ഇവിടെ ഹെവി വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. പുതിയ അപ്ഡേറ്റാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല. ഹെവി വർക്ക് നടക്കുന്നുണ്ട് നല്ല ദൂരത്തോളം. അതായത് നമ്മുടെ ടണലുള്ള ഭാഗമാണ്, അതായത് പാറശാലയിലെ ടണലിനടുത്തായിട്ടാണ് ഇഷ്ടംപോലെ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പണ്ട് ഫോട്ടോ എടുക്കാൻ വരുന്ന സ്ഥലങ്ങളായിരുന്നു. അവിടുത്തെ ആ വഴിയെല്ലാം പോയി, ഇവിടെ എല്ലാം വഴിയെല്ലാം പോയി. ഓ മൈ ഗോഡ്, ഇവിടുത്തെ ആൾക്കാരെങ്ങനെയാണോ വീടുകളിലോട്ട് കയറുന്നത്. അപ്പോൾ ഇതാണ് പാറശാല ടണല്. നമ്മളിപ്പോൾ ടണലിറങ്ങി ടണലിൻ്റെ അവിടെയും വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ മുകളിൽ മണ്ണൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ അത് നമുക്കൊന്ന് കാണാം. അവിടെ കാര്യമായിട്ട് കാണത്തില്ല, ഇവിടെ ഈ ഒരു ഏരിയ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ഇപ്പോൾ ഇവിടങ്ങളിലും അത് തകൃതിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുഴുത്തറ മുതൽ പാറശാല മുതൽ കുഴുത്തറ വെസ്റ്റ് വരെ നമ്മുടെ അതായത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തോട്ട് പോകുന്നത് എങ്ങനെയാണല്ലോ, അപ്പോൾ ഈ സൈഡിലായിരിക്കും പുതിയ ട്രാക്ക് വരുന്നത്. ബാക്കി മൊത്തം നമ്മൾ നേരത്തെ എടുത്ത സൈഡിലാണ് ട്രാക്ക് വരിക. അപ്പോൾ നമ്മൾ പാറശാല സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇനിയിപ്പം നെയ്യാറ്റിൻകര വരെ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ വർക്ക് നടക്കുന്ന കാണാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെയൊക്കെ ലെവലിംഗ് വർക്കൊക്കെ കുറച്ച് നടന്നിട്ടുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ ഇവിടെ മുകളിലായിട്ടും കുറച്ച് വർക്കുകൾ നടന്നിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, കാരണം ട്രാക്ക് നല്ല താഴെ കൂടെയാണ് പോകുന്നത്. നമ്മൾ എത്താറാവുന്നത് നമ്മൾ നെയ്യാറ്റിൻകര കൊണ്ട് വീഡിയോ നിർത്തുക, കാരണം ഫസ്റ്റ് പാർട്ട് വീഡിയോ നെയ്യാറ്റിൻകര വരെയാണ്. സെക്കൻഡ് പാർട്ട് ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്, എനിക്കറിയില്ല. മൊത്തം ഒരു അരമണിക്കൂറിന് മുകളിൽ വരും വീഡിയോ. 1 മണിക്കൂർ എടുത്ത് ആവാം. കണ്ടൻറ്റ് അതുപോലുണ്ട്. ഒന്നും നമുക്കങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസല്ല, കാഴ്ചകളാണ് കൂടുതലും. സോ എന്തായാലും നോക്കാം. ഇനിയിപ്പം നമുക്കുള്ളത് 2 സ്റ്റേഷനുകളാണ്. ഒന്ന് തനുവച്ചേറ സ്റ്റേഷൻ, ഒന്ന് നമ്മുടെ അമരവിള സ്റ്റേഷൻ. തനുവച്ചേറ സ്റ്റേഷനിൽ കാര്യമായിട്ട് കാഴ്ചകളൊന്നുമില്ല, അപ്പുറത്തെ സൈഡിലായിരുന്നു കാഴ്ച, അതെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് അമരവിള സ്റ്റേഷനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തുന്നു. അതായത് ഇപ്പോൾ നമ്മൾ അമരവിള സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻ ആക്ച്വലി മൂവ് ചെയ്യേണ്ട പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഏരിയയാണ്. അതായത് അവിടെ ഒരു കട്ട് ആൻഡ് കണക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ട്രാക്ക് അവിടെ ചെറിയ രീതിയിൽ അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ ആ കോൺക്രീറ്റ് സ്ട്രക്ചറിനോട് ചേർന്നായിരിക്കും പ്ലാറ്റ്ഫോം, ട്രാക്ക് പുതിയതായിട്ട് അവർ ലേ ചെയ്യുക. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം അമരവിള സ്റ്റേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലെവൽ ക്രോസ്, ആ ലെവൽ ക്രോസിന് വേണ്ടിയിട്ട് നിർമ്മിച്ച പുതിയ ബിൽഡിംഗ് ഒക്കെ നമുക്ക് കാണാം. അതായത് അപ്പുറത്തെ സൈഡിൽ ലെവൽ ക്രോസ് പുതിയ ട്രാക്ക് വരേണ്ട സ്ഥലത്താണ് ഇരിക്കുന്നത്, ലെവൽ ക്രോസിൻ്റെ ബിൽഡിങ്. അതുകൊണ്ട് ആ ബിൽഡിങ് മാറ്റി പുതിയ ബിൽഡിങ് അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്യാറിൻ്റെ ഭാഗം തൊട്ട് കുറച്ച് സ്ഥലം മറ്റേ എന്താ പറയുക ലൂപ്പ് ലൈനൊക്കെ വന്ന് മെയിൻ ലൈനിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോനെ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ നമ്മളെ ലൂപ്പിൽ പിടിക്കാനാണ് സാധ്യത, കാരണം അനന്തപുരിയായിട്ട് ക്രോസിംഗ് ഉണ്ട്. സോ ഇനിയിപ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയും. ഇതാണ് നെയ്യാർ.
നെയ്യാറിന് കുറുകെയുള്ള പാലം ഇതാണ് ലെവൽ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഏകദേശം ലൂപ്പ് ലൈനൊക്കെ ഇവിടം വരെ വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അവർ ലൂപ്പ് ലൈനും ഈ പറയുന്ന ഓവർ റൺ ലൈനും എല്ലാം ഇങ്ങനെ വരെ വരും. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഏരിയ എടുത്തിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. അതോ ഇനി ഇവിടെ എക്സ്ട്രാ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഒരു ലൈൻ എന്തായാലും ഇവിടെ വരെ വരും. പിന്നെ ഹോം സിഗ്നൽ കുറച്ച് മുന്നിലാണ്, അതും മാറും. കാരണം പാലമൊക്കെ പുതിയത് വന്ന് ഹോം സിഗ്നൽ കുറച്ചുകൂടെ പുറകോട്ട് ഇറങ്ങാനാണ് സാധ്യത. ഇതൊക്കെ നേരത്തെ നടത്തിയ എർത്ത് വർക്കുകളാണ്. 50 kmph ഇവിടെ പെർമനൻറ്റ് സ്പീഡ് റെസ്ട്രിക്ഷനാണ്. കാരണം ഈ നെയ്യാറ്റിൻകര സ്റ്റേഷനിലും കൊഴുത്തറ സ്റ്റേഷനിലും ഒന്നും ഓവർ റൺ ലൈൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ല. അതായത് ലൂപ്പ് ലൈനിൽ ഒരു എക്സ്ട്രാ കുറച്ച് എക്സ്റ്റൻഷൻ ഇട്ട് വെക്കും. നമ്മൾ മെയിൻ ലൈനിൽ വണ്ടി അഫക്റ്റ് ചെയ്യാതെ ഡൈവേർട്ട് ചെയ്ത് ഡീറെയിൽ ചെയ്യിക്കാൻ പാകത്തിനൊരു ലൈനിനെയാണ് നമ്മൾ ഈ ഓവർ റൺ ലൈൻ എന്ന് പറയുന്നത്. നെയ്യാറ്റിൻകര സ്റ്റേഷനിലും കൊഴുത്തറ സ്റ്റേഷനിലും അതില്ല. നേരത്തെ എരണിയലിൽ അതില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ഡബിളിംഗ് വർക്ക് കഴിഞ്ഞപ്പോൾ എരണിയലിൽ ഓവർ റൺ ലൈൻ വന്നു. അതുകൊണ്ട് അവിടെ വണ്ടികൾക്ക് കൂടുതൽ സ്പീഡ് എടുക്കാം. പക്ഷേ ഇവിടെ ഇപ്പോഴും വണ്ടികൾക്ക് 50 km/h സ്പീഡ് റെസ്ട്രിക്ഷനാണ്. അതായത് നിർത്താതെ പോകുന്ന വണ്ടികൾക്ക് സ്പീഡ് റെസ്ട്രിക്ഷനുണ്ട്. അതാണ് നെയ്യാറ്റിൻകരയിലെ കാഴ്ച എന്ന് പറയുന്നത്. ഇതൊക്കെ ലൂപ്പ് ലൈനിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നതാണ്. ആ ചേട്ടൻ ഓടുകയായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു കൊടുത്ത് പതുക്കെ വന്നാൽ മതി, വണ്ടി ഇവിടെ കിടക്കുമെന്ന്. അനന്തപുരി പോകുന്നവരെ ഇവിടെ കിടക്കും ഈ വണ്ടി. വെറുതെ ഓടേണ്ട ആവശ്യമില്ല. ഇനി ക്രോസിങ് കഴിഞ്ഞിട്ടേ വണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ പുതിയ പ്ലാറ്റ്ഫോം, അതായത് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 4 പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ട്രാക്ക് ഇട്ട ശേഷം 1-2 പ്ലാറ്റ്ഫോമുകൾ അവർ റീവർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറൊക്കെ അവിടെ എന്താ പറയുക, നമ്മുടെ മാസ്റ്റൊക്കെ ഇലക്ട്രിക് ലൈൻ വലിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ട്രെഞ്ചൊക്കെ അവിടെ പണിയുന്നുണ്ട്. അപ്പം ഈ ഒരു പോയിന്റിൽ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ് കെ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.